ഹായ്, ഇന്ന് രാവിലെ കുറച്ച് പോർക്ക് കിട്ടി, നല്ല ഫ്രഷ് പോർക്ക്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കിടിലം, നിങ്ങൾ ഇന്നേ വരെ കാണാത്ത സൂപ്പർ കറിയാണ് ഉണ്ടാക്കുന്നത്. പോർക്ക് കൊണ്ട് സാധാരണ നമ്മളെല്ലാം ഉണ്ടാക്കുന്ന പലതുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അങ്കമാലി പോർക്കാണ്. ഇത് അതിൻ്റെ അപ്പുറത്തേക്കും അങ്കമാലി പോർക്കിൻ്റെ ചേട്ടനായിട്ടേക്കും, പക്ഷേ ആ രീതിയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, വെറൈറ്റി ഡീൽ. ഫുള്ളായിട്ട് കണ്ടോ, ഒരു സൂപ്പർ റെസിപ്പി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, എൻ്റെ കൂടെ പോരും. ഇത് ശരിക്കും ഞാൻ ഈ നാഗാലാൻഡുകാർ സ്റ്റൈലിൽ ഒരു കറിയാണ്. അപ്പം അതും നമ്മുടെ സ്റ്റൈലുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ചാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളിത് പരീക്ഷിച്ചോളൂ, നിങ്ങൾക്കൊരു വെറൈറ്റി സാധനം കിട്ടും. ഇത് കനം കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നോർമലി കുക്ക് ചെയ്യുന്ന രീതിയിലല്ല ഇത് കുക്ക് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പോർക്ക് ഈ വെള്ളത്തിട്ട് വേവിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഇതങ്ങോട്ട് ഇടട്ടെ. അയ്യോ, അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. പാൻ റെഡിയാണ്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സാധനമാണ്. വേവിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റും. നമ്മൾ ആദ്യം ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് വെള്ളത്തിൽ വേവിച്ചു, എന്നിട്ട് ഊറ്റിയെടുത്തു. ഊറ്റി എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മുടിച്ചെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട്. നമുക്കിതിൽ ആവശ്യമുള്ള ഉപ്പങ്ങ് ചേർക്കാതെ ഉപ്പങ്ങ് ചേർക്കാം. പച്ചമുളക് കൊടുക്കാം. മരിയാൻ തുടങ്ങി. നമ്മൾ ഈ സാധനം നന്നായിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് കുക്കിംഗ് എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ അടുത്ത സാധനം കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടു. ഈ സവോള 2-3 കറിവേപ്പില കൊടുക്കുക. അതിനകത്ത് അത് കൊടുക്കുക. ഇത് വീണ്ടും മിക്സ് ചെയ്യാം. ഇനിയെല്ലാം ഇടുക, മിക്സ് ചെയ്യുക. അതാണ് നമ്മുടെ പരിപാടി. ഇനി നമ്മുടെ തക്കാളി ഒരു 2.5 തക്കാളി, അതായത് ഒരുപാട് വലുത്, ചെറിയ ഒരു സൈസ് പറഞ്ഞാലും ശരിയാത്തില്ല, ഒരു മീഡിയം ടൈപ്പ് 2.5 തക്കാളി. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെക്കാം. ഇതിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇടുന്നു. നമുക്കിത് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കുക. നല്ല സ്മെല്ല് വരാൻ തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള സാധനം കൂടെ തട്ടുവാണ്. അല്പം മസാലപ്പൊടി, ഒരല്പം ഇടുന്നുള്ള. ഇത് മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പന്നിയാണ്. ഈ കുരുമുളക് നമ്മൾ ഇടുന്നുണ്ട്. കുരുമുളക് ആവശ്യമുണ്ട്. കുരുമുളക് നമ്മൾ ആവശ്യത്തിനുണ്ട്. മതിയാകും. നമ്മുടെ ചതച്ച മുളക്, ചുവന്ന മുളക് ചതച്ചത്, അതും കൂടി ഇട്ടിട്ടുണ്ട്.
നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉള്ള ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും പന്നിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് രണ്ടും, മല്ലിപ്പൊടിയും മുളക് പൊടി, ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മസാലപ്പൊടിയും വളരെ കുറച്ച്. ഇത് 2 കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പക്ഷേ മസാലപ്പൊടി വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിനി അടുത്തൊരു സാധനം നാരങ്ങ നീരാണ്, അത് കൂടെ നമുക്ക് എടുക്കാം. ഇത് ശരിക്കും ഒരു നാഗാലാൻഡ് സ്റ്റൈലാണ്. പിന്നെ ഞാനത് കേരള വേഷം കൂടെ ചേർത്തിരിക്കുന്നതാണ്. ശരിക്കും അവർ ചേർക്കുന്നത് ബാമ്പു ഷൂട്ട് ചേർക്കും പുളിക്ക് വേണ്ടി. നമ്മൾ ബാമ്പു ഷൂട്ടിന് പകരം നമ്മൾ ഒഴിച്ചിരിക്കുന്നത് നാരങ്ങ നീരാണ്. അധികം മസാല ഇടത്തില്ല അവർ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1-2 സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗരം മസാലയൊന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. അവർ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റാണ് ശരിക്കും കിട്ടുന്നത്. ഇത് നമുക്ക് ഒരു എന്താണ് ആ മീറ്റിൻ്റെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ്. എല്ലാ മീറ്റിനും ഓരോ ടേസ്റ്റുണ്ട്. ഇത് ശരിക്കും അത് കിട്ടും, നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മുടെ ഒരല്പം മസാല കൂടെയൊക്കെ ചേർന്ന് വരുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റായി. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒരു സാധനം കൂടെ അതിനകത്ത് ചേരാനുള്ള കുറച്ച് മല്ലിയിടാം. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ആഹാ, നല്ല മരിഞ്ഞിട്ടുണ്ട്. മരിയേണ്ട സ്ഥലമൊക്കെ കുറച്ച് മരിഞ്ഞിട്ടുണ്ട്. ബാക്കി നല്ല ജ്യൂസിയാണ്. സൂപ്പർ. കണ്ടോ നമ്മുടെ പോർക്കിൻ്റെ കണ്ടോ, പൊളിയല്ലേ? ഒരു 1.5 സാധനം. ഇതിൻ്റെ മുന്നിൽ നമ്മുടെ യാതൊരു പോർക്കല്ല കേട്ടോ, പൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നാഗാ സ്റ്റൈലും നമ്മുടെ കേരള സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയ കിടിലൻ റെസിപ്പിയാണിത്. ഉണ്ടാക്കി നോക്കിയോ, കിടിലം. ഇത് കണ്ടിട്ട് തന്നെ കൊതി വരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ജ്യൂസിയാണ്, അതേപോലെ കുറച്ച് മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് ഒത്തിരി അങ്ങ് ഇതായിട്ടില്ല, കറക്റ്റ് പല്ലോ. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കാം. ആഹാ, നല്ല സ്മെല്ലുണ്ട്, നല്ല ചൂടുണ്ട്. എന്തായാലും കഴിക്കാം. സൂപ്പർ കേട്ടോ, പൊളി ടേസ്റ്റ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, കൊടുക്കുന്ന ടേസ്റ്റ്. നമ്മൾ സാധാരണ പോർക്ക് കഴിക്കുന്ന പോലെ ഈ പോർക്കൊക്കെ ഉണ്ടാക്കുന്ന ഡ്രൈ ആയിട്ട് ഹാർഡായിട്ടിരിക്കും. ഇതങ്ങനെയുള്ള നല്ല സോഫ്റ്റ്. കാര്യം നമ്മൾ ആദ്യം വേവിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി പോലെ ഇരിക്കും. പക്ഷേ എന്നാൽ മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ അധികം മസാലകളില്ല. കറക്റ്റായ എന്ത് മീറ്റാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ ടേസ്റ്റിന് മുന്നിൽ നമ്മുടെ യാതൊരു പോർക്ക് റെസിപ്പി ഒന്നുമല്ല. കാര്യം ഇൻക്ലൂഡിങ് നമ്മുടെ അങ്കമാലി പോർക്ക് പോലും. നമ്മളെല്ലാവരും വളരെ കാര്യമായിട്ട് പറഞ്ഞത്, ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള അങ്കമാലി പോർക്ക്, അതൊന്നും എൻ്റെ മുമ്പിൽ ഒന്നുമല്ല കേട്ടോ. പോർക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കണം. അസാധ്യ ടേസ്റ്റാണ്, ഒന്നാം തരം റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തോ, പിന്നെ കാണാം.